തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി എം വർഗീസ് അവതരിപ്പിച്ച റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടരുകയാണ്. കേരളത്തിനായി ശബ്ദമുയർത്തുക എന്ന പ്രമേയവും സമ്മേളനം അംഗീകരിച്ചു. ശരത് ഓങ്ങല്ലൂരാണ് സമ്മേളന നഗരിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് സമഗ്ര വിവരങ്ങളുമായി. ശരത്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. ഗുഡ് മോർണിംഗ്. ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ച തുടരുന്നു. ഇന്ന് ചർച്ചയ്ക്ക് മറുപടി ഉണ്ടാകും, അല്ലേ? ഒപ്പം തന്നെ വിവിധ തരത്തിലുള്ള പ്രമേയങ്ങൾ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്നു, അത് അംഗീകരിക്കപ്പെടുന്നു. സമഗ്രമായ വിവരങ്ങൾ. തീർച്ചയായിട്ടും ഇന്നലെ എം.വി. ഗോവിന്ദൻ മാസ്റ്റർ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് ശേഷം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം വർഗീസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. അതിനുശേഷം ഉച്ച മുതൽ വൈകിട്ട് 4:30 വരെ അതിന്മേലുള്ള ഗ്രൂപ്പ് ചർച്ച നടന്നു. ഗ്രൂപ്പ് ചർച്ചകൾക്ക് ശേഷം വൈകിട്ട് 4:30 കൂടിയിട്ടാണ് പൊതുചർച്ച ആരംഭിച്ചിട്ടുള്ളത്. പൊതുചർച്ച 5.5 മണിക്കൂറാണ് സമയം നൽകിയിട്ടുള്ളത് പൊതുചർച്ചയ്ക്കുള്ളത്. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സമയത്ത് പൊതുചർച്ചയിൽ മേൽ പങ്കെടുക്കും. അതിനെ തുടർന്ന് ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് പൊതുചർച്ച അവസാനിക്കുകയും അതിൽ സംഘടനാ ജില്ലാ നേതൃത്വത്തിൻ്റെ കാര്യങ്ങൾ ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന നേതൃത്വവും മറുപടി നൽകും. അതിനുശേഷമാണ് മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമേയം പാസ്സാക്കിയിരുന്നു. കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിനെ എത്രത്തോളം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സ്വാഭാവികമായിട്ടും കേരളത്തിന് വേണ്ടി ശബ്ദിക്കുക എന്ന് പറഞ്ഞൊരു പ്രമേയം പാസ്സാക്കിയിരുന്നു. കേരളത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് എല്ലാവരും പ്രതികരിക്കണം എന്ന പ്രമേയം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നൽകുന്ന ഒരു പ്രദേശമാണ് കേരളം. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വിദേശ നാണ്യം നൽകുന്ന ഒരു പ്രദേശമാണ് കേരളം. കാരണം ഇവിടെ നിന്ന് ഒരുപാട് പ്രവാസികൾ പുറത്തുണ്ട്, അല്ലാത്ത രീതിയിലുള്ള വിദേശ നാണ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രദേശത്തിനെ സാമ്പത്തികമായി ഞെരുക്കുന്നത് ഫെഡറൽ തത്വങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്നാണ് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നടക്കുന്ന പൊതുചർച്ച, ഇന്നലെ വൈകിട്ട് തുടങ്ങിയ പൊതുചർച്ച ഇന്ന് രാവിലെയും ആരംഭിക്കും. ഇന്ന് വൈകിട്ടോടുകൂടി പൊതുചർച്ച അവസാനിക്കുകയും അതിന്മേൽ നേതൃത്വം മറുപടി നൽകുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ. നാളെയാണ് പൊതുസമ്മേളനം. പൊതുസമ്മേളനത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. മനു, തീർച്ചയായും അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഒപ്പം തന്നെ സമ്മേളനത്തിൽ അവതരിപ്പിച്ച വിവിധ പ്രമേയങ്ങൾ ഏതൊക്കെയാണ്, അംഗീകരിച്ച പ്രമേയങ്ങൾ ഏതൊക്കെയാണ് ശരത്ത്? മനു, നിലവിൽ ഒരു പ്രമേയം മാത്രമാണ് പാസ്സാക്കിയിട്ടുള്ളത്. അതാണ് സാമ്പത്തികമായിട്ട് കേരളത്തെ ഞെരുക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയുള്ള പ്രമേയം മാത്രമാണ് ഇന്നലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റു പ്രമേയങ്ങൾ ഇന്നുണ്ടാകുമെന്നാണ് നമ്മൾ അറിയിച്ചിട്ടുള്ളത്. മനു, ശരി ശരി ശരത്താണ് അപ്പോൾ സമ്മേളനത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും CPIM-ന്റെ സമ്മേളനങ്ങൾ, അതായത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള വിവിധ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ച് തലം മുതൽ ജില്ലാ സമ്മേളനം, ഇനി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കാൻ വേണ്ടി പോവുകയാണ്. അവസാന ജില്ലാ സമ്മേളനമാണ് തൃശ്ശൂരിൽ നടക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ കൊല്ലത്ത് സംസ്ഥാന സമ്മേളനത്തിൻ്റെ തിരക്കിലേക്ക് CPIM കടക്കുന്നതാണ്. അത് കഴിഞ്ഞ് മധുരയിൽ പാർട്ടി കോൺഗ്രസ് എന്നതാണ് സംഘടനാപരമായ നടപടി എന്ന് പറയുന്നത്.